പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി നിർത്താൻ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ ഒത്തിരി അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻസി. എൻ്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത്. ഭർത്താവിൻ്റെ പേര് അജീഷ്, മക്കളായ അലൈന, അലൻ, ഏഞ്ചൽ. ഞാൻ 2022 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണ് ഉടമ്പടിയെന്നോ ഒന്നും കൂടുതൽ അറിയില്ലായിരുന്നു. ഞാനും 2 പെൺമക്കളും കൂടിയാണ് ഇവിടെ ആദ്യമായി വന്നതെന്ന്. എന്നിട്ട് എന്നെ മാതാവ് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ഉടമ്പടി എടുക്കുവാൻ വേണ്ടി. അന്ന് എനിക്ക് പ്രത്യേക കാരണം അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ലായിരുന്നു. ഞാനന്ന് IELTS പഠിച്ച് UK മറ്റും പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എളുപ്പമായിട്ട് കടന്നു പോകാൻ വേണ്ടി ഞാൻ അന്നങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് IELTS എഴുതി UK പോകാനോ അതിനുശേഷം ഞാൻ അയർലൻഡിലേക്ക് ശ്രമിച്ചു. അവിടേക്ക് പോകാനോ അല്ലെങ്കിൽ കാനഡയ്ക്ക് പേപ്പർ വെച്ചു അവിടേക്ക് പോകാനോ ഒന്നും അമ്മ എന്നെ അനുവദിച്ചില്ല. അതിനുശേഷം എനിക്ക് ഒത്തിരി സ്ട്രഗിൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഭർത്താവിന് ഒരു ബ്ലോക്കൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ, മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് പൂർണ്ണമായി രോഗസൗഖ്യം കിട്ടുകയും ഞങ്ങൾ കൃത്യമായി വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വരെ ആശുപത്രിയിൽ ഒരു കുഴപ്പവും കൂടാതെ എത്തുകയും സർജറി ചെയ്യുകയും എല്ലാം ചെയ്തത്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം അന്ന് ഭർത്താവിൻ്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ടാണ് ഞാൻ ആംബുലൻസിൽ അന്ന് കൊണ്ടുവന്നത്. മാതാവ് എനിക്ക് തോന്നുന്നു എന്നെ കൂടുതലും മാതാവിലേക്ക് യേശുവിലേക്കും ഈ ഓരോ പ്രശ്നങ്ങളിലൂടെ എന്നെ അടുപ്പിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ സാമ്പത്തികമായി എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ചേച്ചി എന്നാൽ ഇറ്റലിക്ക് ശ്രമിച്ചോളാൻ. ഞാൻ ഇറ്റലിയിലേക്ക് പോകാൻ അതിനു മുമ്പ് ശ്രമിച്ചപ്പോഴും എനിക്ക് ആ ഇറ്റലി എന്ന രാജ്യം അത്ര കൺവിൻസ് ആയില്ല. അവിടെ ഡോക്യുമെൻ്റ് കിട്ടാനും പേപ്പർ വർക്കുകൾ നടക്കാനും ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ആദ്യം അന്ന് ഇസ്രായേലിന് പോവുകയത്. ഇസ്രായേലിൽ പോയി 8 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാനിവിടെ വന്നതൊക്കെ. അപ്പം എനിക്ക് തോന്നി എനിക്ക് ദൈവം വീണ്ടും എന്നെ പുണ്യഭൂമിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പേപ്പർ വർക്കുകൾ തുടങ്ങി. ഞങ്ങളങ്ങനെ ഞാനും ഭർത്താവും കൂടെ ഒന്നിച്ചു പോകാൻ വേണ്ടിയാണ് പേപ്പർ വർക്ക് തുടങ്ങിയത്. ഞങ്ങൾക്ക് അന്ന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥനയിലായി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ അന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇറ്റലിക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഞങ്ങളെ മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. ഒരു വീട്ടിൽ ഒന്നിച്ച് ജോലി ചെയ്യുവാനൊക്കെ ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ ഡോക്യുമെൻ്റ് ഇറക്കുന്നുണ്ടായിരുന്നു. ഫ്ലൂസി എന്ന ഡോക്യുമെൻ്റ് അവർ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫാമിലി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കത് ഞങ്ങൾ വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിസ വെച്ചപ്പോൾ ആദ്യം ഭർത്താവിന് അതിൻ്റെ നൊള്ളോസ്ത കിട്ടി. എനിക്ക് 1 മാസമായിട്ടും കിട്ടുന്നില്ലായിരുന്നു. ഞാനിവിടെ പിള്ളേരോട് പറഞ്ഞു, വന്ന് നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം ഇളയ മോള് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് ഭർത്താവിന് കിട്ടിയത്. വീണ്ടും എനിക്ക് കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ പ്രാർത്ഥന മാത്രം പോരായിരിക്കും, നിങ്ങളും കൂടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് മൂത്ത മക്കളെ 2 പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് എനിക്ക് നുളോസ്ത ലഭിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടാണേലും VFSൽ ആദ്യം പാസ്പോർട്ട് പുതുക്കണമായിരുന്നു. അതിന് എനിക്ക് ഒരു റീസൺ കാണുന്നില്ലായിരുന്നു. ഏജൻസി നോക്കുമ്പോൾ ചേട്ടായിയുടെ പാസ്പോർട്ട് പെട്ടെന്ന് അവർ പുതുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ തൈലം തൊട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അവരെ ഏജൻസിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ 10 വർഷം പാസ്പോർട്ടിന് നമുക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അന്നേരം പെട്ടെന്ന് ആ ഏജൻറ്റിന് ഓർമ്മ വന്നു, കാനഡയ്ക്ക് പോകാൻ അങ്ങനെ ഉണ്ട് ചേച്ചിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ കാനഡയ്ക്ക് പോകാനുള്ള അതിൽ എഴുതിക്കോളാൻ പറഞ്ഞു. ആ ഒരു കാരണത്താൽ എൻ്റെ പാസ്പോർട്ട് എനിക്ക് പുതുക്കി കിട്ടി. ഞങ്ങൾ VFSലൊക്കെ വിസയ്ക്ക് അപേക്ഷ വെച്ചാലും ഞങ്ങൾക്ക് കുറേ ഡിലേ ആയിരുന്നു. ഡിലേ വരുമ്പോൾ ഞങ്ങളെ എല്ലാവരും ഇവിടെയുള്ളവരും ഇറ്റലിയിൽ നിന്നുള്ളവരും എല്ലാം ഞങ്ങളെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുമായിരുന്നു. നിങ്ങൾ 2 പേരും എന്തിനാണ് ഒന്നിച്ചിങ്ങ് പോകുന്നത്,
ഒരാൾക്ക് പോയി ആദ്യം വിസ അടിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് പോയാൽ പോരായിരുന്നോ? അങ്ങനെ ഒത്തിരി നെഗറ്റീവായി ഞങ്ങളെല്ലാവരും വിഷമിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എന്നാൽ അമ്മ മാതാവിലും യേശുവിലും ഞാൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തരും കിട്ടും എന്നെനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം 26-ാം തീയതി ഫാമിലിയുടെ ഇടപെടൽ മൂലമായിട്ട് അവിടുന്ന് മെയിൽ വരികയും ആ മെയിൽ വഴി ഞങ്ങൾക്ക് വിസ അടിച്ചു തരികയും ചെയ്തു. ഈ ഡിലേ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫാമിലീനെ വിളിച്ചായിരുന്നു. അവരോട് പറഞ്ഞു നിങ്ങൾ എംബസിയിൽ വിളിക്കുക സംസാരിക്കാൻ. അങ്ങനെ അവിടുന്ന് ആ ഫാമിലി ഇടപെട്ടു. എനിക്കറിയാം, ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, സഞ്ചാരി മാതാവേ, അമ്മ എവിടെയാണോ എന്താണ് ഞങ്ങളുടെ ആവശ്യം, അമ്മ ഇറ്റലിയിലാണെങ്കിൽ ഇറ്റലിയിൽ ഞങ്ങളുടെ ഒപ്പം വരണേ, അല്ലെങ്കിൽ ബോംബെയിൽ എംബസിയിലാണെങ്കിൽ അമ്മ അവിടെ ഒപ്പം ചെല്ലണേന്ന്. എനിക്കറിയാം അമ്മ മാതാവ് ഇടപെട്ടാണ് ആ പേപ്പർ അന്ന് അവിടെ എടുപ്പിച്ചതും മകള് അവരെ വിളിച്ച് സംസാരിക്കാനൊക്കെ ഇടയായതെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായി വിസ അടിച്ച് കിട്ടി. ഞങ്ങൾക്ക് പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോകാനുള്ള കാര്യത്തിനും ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാനൊരു ബാങ്കിൽ ലോണിന് അപേക്ഷ വെച്ചു. ആ ലോൺ എനിക്ക് ആദ്യം ആ ബാങ്ക് നിരസിക്കുക ചെയ്തത്. പിന്നീട് എനിക്ക് വേറൊരു ബാങ്കിൽ ഞാൻ അപേക്ഷ വെച്ചപ്പം അവിടുന്ന് ഞങ്ങൾക്ക് ലോണ് കിട്ടി. എനിക്ക് എപ്പോഴും ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്നായിരുന്നു. ഇന്ന് എനിക്കിവിടെ നിൽക്കുമ്പോൾ അമ്മയോടും മാതാവിനും കൊടുക്കാനുള്ളത് എൻ്റെ 3 മക്കളെയാണ്. അവർ 3 പേരും ഇന്ന് ഉടമ്പടിയിലാണ്. അവരിന്ന് ഉടമ്പടി പുതുക്കിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും ഭർത്താവും ഒന്നിച്ചായതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഭർത്താവ് ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഞങ്ങൾ പുണ്യപ്രവൃത്തി ചെയ്യുന്നതാണേലും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതാണേലും കുടുംബസമേതം ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പ്രായമായിരിക്കുന്നവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഞാനും ഭർത്താവും അവിടെ ആയിരുന്നപ്പോൾ ഇവിടുന്ന് ഞാൻ മക്കളെ കൊണ്ടും ഞങ്ങളുടെ കാർന്നോന്മാരുണ്ട് അവരെ കൊണ്ടും ഞങ്ങൾ കൊടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മക്കൾ അവരുടെ കൂടെ പോയി സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അവർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ ദിവ്യബലിയിൽ ഞാനും ഭർത്താവും പങ്കുകൊള്ളുന്നുണ്ട്. പിള്ളേരും അവർക്ക് പറ്റുന്ന പോലെ അവർ എല്ലാ ദിവസങ്ങളും പറ്റുന്ന പോലെ അവരും ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്നുണ്ട്. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന് ഞാൻ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും. എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ഞാൻ ഉടമ്പടിദാനം പങ്കെടുക്കുകയും ചെയ്യുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ ഞാൻ എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണിത്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 2ാമത്തെ സാക്ഷ്യം പറയാൻ വേണ്ടി 2 മക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബം കൂടെ മൊത്തം ഉള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാനിത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സമർപ്പിക്കുന്നു. ഇനിയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമെന്നും എല്ലാ അനുഗ്രഹത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിൻസി വയനാട് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഒരു കുടുംബത്തെ മുഴുവൻ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ അമ്മ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തനിക്ക് നിരവധിയായ പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അത് ഉടമ്പടിയിൽ ചേർന്ന് കൊണ്ടുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമായ ഒരു അനുഗ്രഹമായിട്ട് നൽകിയത് തനിക്ക് ഇറ്റലിയിലേക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഫാമിലി വിസയും ജോലിയും ലഭിച്ചത് തന്നെയാണ്. കാരണം ഡോക്യുമെൻ്റേതായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഒരു ഫാമിലി വഴി പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ സഞ്ചാരി മാതാവിലുള്ള ഉറച്ച വിശ്വാസം തന്നെ ഇവർക്ക് ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമായിട്ട് എല്ലാവിധമായ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തു. കാരണം എന്ന് പറയുമ്പോൾ മക്കളുടെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുമ്പോൾ മക്കളോട് പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് മക്കൾ മാതാവ് അനുസരണ എന്നോണം ആ ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും
ആ ഉടമ്പടി പ്രാർത്ഥന നിയോഗത്തിൽ ഈ കുടുംബത്തിന് പരിശ്രമയിൽ വലിയ അനുഗ്രഹമായിട്ട് നൽകിയത് അവിടെയുള്ള ജോലിയും സ്ഥിരമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.